ഈ വചനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇന്ന് രാത്രി മനുഷ്യൻ കടന്നു പോകുന്ന 6 വാസസ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എന്തോ സംഭവിച്ചതുപോലെയൊക്കെ നിങ്ങൾ ഇരിക്കുന്നു. അടുത്തിരിക്കുന്നവർ കരം കൊടുത്ത് ചിരിച്ചുകൊണ്ട് സുഖമാണോ എന്ന് ചോദിച്ചേ. ഹല്ലേലൂയ. ചിരിച്ചാൽ ആയുസ് കൂടുമെന്നൊക്കെ പറയുന്നത്. അങ്ങനെയെങ്കിലും രാത്രി അല്പസമയം ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കും, നല്ലതാണ്. റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ചിരിക്കാതെ പോയാൽ മതി. ഹല്ലേലൂയ. അപ്പോൾ ഈ സുവിശേഷയോഗത്തിൻ്റെ 1-ാമത്തെ രാത്രി കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. അപ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇവിടെ വായിക്കുന്ന എങ്ങനെയാണ്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എന്തുണ്ട്? അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇന്ന് രാത്രി ഈ വചനം വായിച്ചുവെങ്കിലും അവിടെയുള്ള വാസസ്ഥലങ്ങളെക്കുറിച്ചല്ല ഇന്ന് രാത്രി പ്രസംഗിപ്പാൻ പോകുന്നത്. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ കടന്നു പോകുന്ന 6 വാസസ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത്. 1-ാമത്തെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരമാകുന്ന വാസസ്ഥലം. 2-ാമത്തെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന കൂടാരവാസം എന്നറിയപ്പെടുന്ന ഈ ലോകത്തിലെ വാസസ്ഥലം. 3-ാമത്തെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ കല്ലറവാസം. 4-ാമത്തെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ യേശുക്രിസ്തു 2ാമത് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരുടെ കല്ലറകൾ പൊട്ടിയുയർക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം ഉയർത്തെഴുന്നേൽക്കും. അതാണ് 4-ാമത്തെ വാസസ്ഥലം. വാനമേഘേ, അല്ലെങ്കിൽ മണവാളന്റെ ഭവനമാകുന്ന സ്വർഗത്തിൽ 7 വർഷം. അത് കഴിഞ്ഞ് 5-ാമത്തെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ 1000 വർഷം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് വേണ്ടി യേശുക്രിസ്തു ഈ ഭൂമിയിൽ രാജാവായി വരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതാണ് 5-ാമത്തെ വാസസ്ഥലം എന്ന് പറയുന്നത്. 6-ാമത്തെ വാസസ്ഥലം 2 ഉണ്ട്. ഒന്ന് നിത്യ സന്തോഷം, മറ്റൊന്ന് നിത്യ നരകമെന്ന് പറയുന്ന വാസസ്ഥലം. ഇന്ന് രാത്രി ഇത് 6ഉം പ്രസംഗിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. എങ്കിലും ഇന്ന് രാത്രി സമയത്തിൻ്റെ പരിമിതിയിൽ നിന്ന് ഈ 6 വാസസ്ഥലങ്ങൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിനൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. 1-ാമത്തെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരമാകുന്ന വാസസ്ഥലം. ഈ അമ്മയുടെ ഉദരമാകുന്ന വാസസ്ഥലത്തിൽ ഒരു ടൈമുണ്ട്, ഒരു കാലാവധിയുണ്ട്. ഈ ഓരോ വാസസ്ഥലങ്ങൾക്കും കാലാവധിയുണ്ട്. 1-ാമത്തെ വാസസ്ഥലമാകുന്ന അമ്മയുടെ ഉദരമാകുന്ന വാസസ്ഥലത്തിൻ്റെ പ്രത്യേകത 9 മാസവും ചില ദിവസങ്ങൾ മാത്രമേ 1-ാമത്തെ വാസസ്ഥലത്തിൽ നമ്മളായിരിക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് 12 മാസം അവിടെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും 1-ാമത്തെ വാസസ്ഥലമാകുന്ന അമ്മയുടെ ഉദരമാകുന്ന വാസസ്ഥലത്തിൽ നമുക്ക് കഴിയാൻ കഴിയത്തില്ല. 9 മാസവും ചില കാലയളവും കഴിയുമ്പോൾ 1-ാമത്തെ വാസസ്ഥലത്തിൽ നിന്നും നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ 2-ാമത്തെ വാസസ്ഥലത്തിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. ഹല്ലേലൂയ. ചില വ്യക്തികളൊക്കെ പറയാറുണ്ട്, ദൈവം എന്നൊരു ശക്തിയില്ല. ദൈവം എന്നൊരു ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾ കടന്നു വന്നു? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ കഷ്ടതകൾ കടന്നു വന്നു? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നവർ തന്നെ ദൈവത്തെ ആരാധിക്കാതെ പിന്മാറ്റക്കാരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. പലരും എന്നോടും പറയാറുണ്ട്, ദൈവം എന്നൊരു ശക്തിയില്ല എന്ന്. പക്ഷേ ആ വ്യക്തികളൊക്കെ ഇന്ന് രാത്രി ഈ ദേശത്തും ഇപ്രകാരമുള്ള ചിന്തയുള്ളവരൊക്കെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു എന്നെനിക്കറിയാം. ഒരുപക്ഷെ ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്നവർക്ക് ആർക്കെങ്കിലും അപ്രകാരം ഒരു ചിന്തയുണ്ട് എങ്കിൽ, പ്രിയ സ്നേഹിത, 1-ാമത്തെ വാസസ്ഥലമാകുന്ന അമ്മയുടെ ഉദരത്തിനകത്ത് നമ്മൾ എപ്രകാരമാണ് സംരക്ഷിക്കപ്പെട്ടത്? 1-ാമത്തെ വാസസ്ഥലമാകുന്ന അമ്മയുടെ ഉദരത്തിനകത്ത് നമ്മൾ എപ്രകാരമാണ് സൃഷ്ടിക്കപ്പെട്ടത്? എപ്രകാരമാണ് സംരക്ഷിക്കപ്പെട്ടത്? അവിടെ നിന്ന് 2-ാമത്തെ വാസസ്ഥലത്തിലേക്ക് നമ്മൾ എപ്രകാരമാണ് പുറപ്പെട്ടതെന്ന് സങ്കീർത്തനം 2 വാക്യത്തിൽ കൂടി തെളിയിക്കാൻ പോവുകയാണ്. സങ്കീർത്തനം 71-ന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വായിച്ചു കേൾക്കാം. സങ്കീർത്തനം 71-ന്റെ 6-ാമത്തെ വാക്യം അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു, എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും എന്നെ എടുത്തവൻ നീ തന്നെ. അതുകൊണ്ട് എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. പ്രിയ സ്നേഹിത, അമ്മയുടെ ഉദരമാകുന്ന 1-ാമത്തെ വാസസ്ഥലത്തിൽ നിന്നും ഈ ലോകത്തിലേക്ക് പുറത്തേക്ക് എടുത്തത് അമ്മയെ ചികിത്സിച്ച ഡോക്ടറുടെ കഴിവല്ല, അമ്മയെ നോക്കിയ നേഴ്സിന്റെ കഴിവല്ല, ആ ഹോസ്പിറ്റലിന്റെ കഴിവല്ല. ഡോക്ടർക്ക് പറയാറില്ലേ, 1 സെക്കൻഡ് ഒന്നും മാറിയിരുന്നുവെങ്കിൽ ഈ കുഞ്ഞ് മരിക്കുമായിരുന്നു.
ഒരു സെക്കൻഡ് ഒന്ന് മാറിയിരുന്നുവെങ്കിൽ അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞായി ഈ ലോകത്തിൽ പിറന്നു വീഴുമായിരുന്നു. ഒരു സെക്കൻഡ് ഒന്ന് മാറിയിരുന്നുവെങ്കിൽ മന്ദബുദ്ധികളായി ജനിച്ചു വീഴുമായിരുന്നു. ഇന്ന് രാത്രി ഇതിനകത്തും പുറത്തും കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡ് പോലും അണുവിട വ്യത്യാസമില്ലാതെ കൃത്യസമയത്ത് അമ്മയുടെ ഉദരമാകുന്ന ഒന്നാമത്തെ വാസസ്ഥലത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത് അമ്മയെ ചികിത്സിച്ച ഡോക്ടറുടെ കഴിവല്ല, നിന്നെ സ്നേഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കൃപയാണെന്നോർത്ത് ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ഉപകാരവും ചെയ്തിട്ടില്ല എന്ന് ആരും പറയല്ലേ. നീ ആഗ്രഹിച്ച ഏതോ ഒരു കാര്യം നടക്കാത്തത് കൊണ്ട്, നീ പ്രതീക്ഷിച്ച ഏതോ ഒരു അത്ഭുതം നടക്കാത്തത് കൊണ്ട് ദൈവമില്ല എന്ന് ആരും പറയല്ലേ. ഒന്നാമത്തെ വാസസ്ഥലമാകുന്ന അമ്മയുടെ ഉദരത്തിൽ നിന്നും ഒരു പോറ പോലുമില്ലാതെ, ആമി ടൈമിംഗ് തെറ്റാതെ, ഒരു മന്ദബുദ്ധിയായി ജനിക്കാതെ, അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞായി പിറന്നു വീഴാതെ, ഈ ലോകത്തിൽ ഈ ആരോഗ്യമുള്ള, ആമി ഈ നല്ല ബുദ്ധിയുള്ള, ഈ സൗന്ദര്യമുള്ള നിന്നെ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുവാൻ സഹായിച്ചത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കാരുണ്യമാണ്. ആ ദൈവം നിന്നെ സഹായിച്ചത് കൊണ്ട്, ആ ദൈവത്തിന്റെ അനുഗ്രഹമാ ഇന്ന് രാത്രി ജീവനോടെ ഇരിക്കുന്നത്. എത്ര പേരെ കർത്താവിനെ ഈ രാത്രി സ്തുതിക്കും? ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ 139 സങ്കീർത്തനം 13-14 വാക്യം നാം വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സങ്കീർത്തനം 139-13-14 വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചവൻ. നീയല്ലോ എന്റെ അന്തരേന്ദ്രിയങ്ങളെ നിർമ്മിച്ചവൻ. ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ വാസസ്ഥലമാകുന്ന അമ്മയുടെ ഉദരത്തിനകത്ത് നമ്മളായിരുന്നപ്പോൾ എപ്രകാരമാണ് സൃഷ്ടിക്കപ്പെട്ടത്, എപ്രകാരമാണ് പരിപാലിക്കപ്പെട്ടത്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്: നീയല്ലോ എന്റെ അന്തരേന്ദ്രിയങ്ങളെ നിർമ്മിച്ചവൻ. അതിൻ്റെ അർത്ഥം അമ്മയെ ചികിത്സിച്ച ഡോക്ടറുടെ കഴിവല്ല, അമ്മ കഴിച്ച മരുന്നിൻ്റെ പ്രത്യേകതയല്ല, പിന്നെയോ ഒരു ഡോക്ടർക്കും ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യമാ. അമ്മയുടെ ഉദരത്തിനകത്തായിരുന്നപ്പോൾ നീയല്ലോ എൻ്റെ അന്തരേന്ദ്രിയങ്ങളെ നിർമ്മിച്ചവൻ. ഹല്ലേലൂയ. ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഡോക്ടർ ചില സമയങ്ങളിൽ സ്കാനിങ് എടുക്കാൻ പറയും. എന്തിനാ സ്കാനിങ് എടുക്കാൻ പറയുന്നതെന്നറിയാമോ? ഈ കുഞ്ഞിൻ്റെ കൈ വളരുന്നുണ്ടോ, ആ മാസത്തിനനുസരിച്ച് ഈ കുഞ്ഞിൻ്റെ കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ, തല വളരുന്നുണ്ടോ, പുറമെ എത്രത്തോളം വളർച്ചയുണ്ടെന്ന് മാത്രമേ ഒരു ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ നമ്മുടെ ആന്തരിക അവയവങ്ങൾ സ്ഥാനം തെറ്റാതെ, ടൈമിംഗ് തെറ്റാതെ, അതതിൻ്റെ സ്ഥാനത്ത് ഭംഗിയായി വെച്ച് പിടിപ്പിച്ചവൻ. ആമീൻ. നമ്മൾ തന്നെ നമ്മെ ശ്രദ്ധിച്ചാൽ കണ്ണിൻ്റെ സ്ഥാനം മാറാതെ, മൂക്കിൻ്റെ സ്ഥാനം മാറാതെ, കൈയുടെ സ്ഥാനം മാറാതെ, കാലിൻ്റെ സ്ഥാനം മാറാതെ, ആന്തരിക അവയവങ്ങളുടെ സ്ഥാനം മാറാതെ, അമ്മയുടെ ഉദരമാകുന്ന ഒന്നാമത്തെ വാസസ്ഥലത്തിൽ വെച്ച് ദൈവം നമ്മെ മെനഞ്ഞത്. അടുത്ത വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: അതിശയവും ഭയങ്കരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെയാ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്? അതിശയവും ഭയങ്കരവുമായി. അതെന്താണ് അതിശയം? നിങ്ങളിരിക്കുന്ന കസേരയ്ക്ക് എത്ര കാലുണ്ട്? നിങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഞാൻ പറയുന്ന മലയാളം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നിങ്ങളിരിക്കുന്ന കസേരയ്ക്ക് എത്ര കാലുണ്ട്? 4 കാല്. അടുത്ത ആളുടെ നോക്കിയാ എത്ര ഉണ്ടെന്ന്. 4 കാലുണ്ട്. മേശ ഇരിക്കണമെങ്കിൽ എത്ര കാല് വേണം? 4 കാല് വേണം, അല്ലേ? അപ്പോൾ കസേരയ്ക്ക് 4 കാലുണ്ടെങ്കിൽ നിലത്തിരിക്കൂ. അഥവാ ഇനി 3 കാലുണ്ടെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. ഒരു ഹല്ലേലൂയ പറയാന്ന് പറയുമ്പോൾ നമ്മൾ താഴെ പോവുകയും ചെയ്യും. അതുകൊണ്ട് 4 കാലുണ്ടെങ്കിലേ ഒരു കസേര നിലത്തിരിക്കൂ, 4 കാലുണ്ടെങ്കിലേ ഒരു മേശ നിലത്തിരിക്കൂ, അല്ലേ? പക്ഷെ നിങ്ങൾ എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ ശരീരത്തെ 2 ചുള്ളിക്കാലിൽ മേൽ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അങ്ങോട്ട് ചരിഞ്ഞാലും ഇങ്ങോട്ട് ചരിഞ്ഞാലും എങ്ങോട്ട് ചരിഞ്ഞാലും ഈ 2 ചുള്ളിക്കാലിൽ ഇത്രയും വലിയ ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന, അതിശയവും ഭയങ്കരവുമായി നമ്മെ നിർമ്മിച്ചിരിക്കുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുതത്തെ ഓർത്ത് ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം പറയുവാൻ കഴിയും? ശരീരത്തിൻ്റെ ഓരോരോ അവയവങ്ങൾ നാം എടുത്ത് പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ കഴിയും. ഉദാഹരണമായി കണ്ണെടുത്ത് പരിശോധിച്ച് നോക്കിയേ. ഈ കൺപീലി, തലമുടി വളരുന്നത് പോലെ ഈ കണ്ണിന് പീലി വളരുന്നില്ല. തലയിലെ രോമം വളരുന്നത് പോലെ ഈ പുരികം വളരുന്നില്ല. വളരുന്നുണ്ടോ? ഇല്ല. അത് തിക്കായ രോമങ്ങൾ അതിൻ്റെതായ വളർച്ചയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് സർവശക്തന്റെ അത്ഭുതമാണ്. മാത്രമല്ല ഈ ഓട്ടോമാറ്റിക് ഷട്ടർ ഈ കണ്ണിനുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കണ്ണിനെ പിടിച്ച് അടയ്ക്കാറില്ല. നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന്
പെട്ടെന്നൊരു പൊടിപടലം കണ്ണിന് നേരെ വരുമ്പോൾ നമ്മളാരും കൈവിട്ട് പിടിച്ച് അടയ്ക്കേണ്ട കാര്യമില്ല. ഒരു ഓട്ടോമാറ്റിക് ഷട്ടർ ഈ കണ്ണിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതമാണ്. ഹല്ലേലൂയ. അഥവാ ഇനി ഒരു പൊടിപടലം അകത്ത് വീണെന്നിരിക്കട്ടെ, നമ്മളാരും തൂമ്പായും മൺവെട്ടിയും കൊണ്ട് അത് കുത്തിക്കളയ്ക്കാൻ വേണ്ടി ഇറങ്ങേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഓട്ടോമാറ്റിക് സർവീസ് സ്റ്റേഷൻ ഉണ്ട്. അതിനെ തള്ളി പുറത്തേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ അത്ഭുതമാണ്. ഒന്നാമത്തെ വാസസ്ഥലമാകുന്ന അമ്മയുടെ ഉദരമാകുന്ന ആ വാസസ്ഥലത്ത് അതിശയവും ഭയങ്കരവുമായി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തുതിക്കുവാൻ കഴിയും? ഈ സുവിശേഷ യോഗത്തിന്റെ ഒന്നാമത്തെ രാത്രി ഇതിനകത്തും പുറത്തും കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ വാസസ്ഥലത്തിന്റെ പ്രത്യേകത കാലാവധിയില്ല. എല്ലാവരും സ്വതന്ത്രം പറഞ്ഞില്ല. ഒരു കാലാവധി ഇൽസേരിൽ ഇരിക്കുന്ന ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അടുത്ത നിമിഷം ഈ ലോകത്തിലുണ്ടാകുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കയ്യിൽ കിട്ടുന്ന വാച്ചിന് ഗ്യാരണ്ടിയുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിന് ഗ്യാരണ്ടിയുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീന് ഗ്യാരണ്ടിയുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിന് ഗ്യാരണ്ടിയുണ്ട്. പക്ഷേ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തവരാണ് ഞാനും നിങ്ങളും. ഇന്ന് രാവിലെ തന്നെ ടാറ്റ പറഞ്ഞ് ഈ ഭവനത്തിൽ നിന്ന് യാത്ര തിരിച്ച എത്രയോ പ്രിയപ്പെട്ടവർ ഈ സന്ധ്യാസമയം ശവപ്പെട്ടിക്കകത്ത് ഒതുങ്ങിയപ്പോൾ ഇന്ന് രാത്രി ടാറ്റ പറഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് ഭയമുള്ള വ്യക്തി ആദ്യം മരിക്കും, അല്ലേ? അതല്ലേ പണ്ടയമുള്ള വ്യക്തി ആദ്യം മരിക്കും, അല്ലേ? അങ്ങനെയല്ലയോ? ഏറ്റവും പ്രായമുള്ള വ്യക്തി ആദ്യം മരിക്കും. അടുത്ത് നമുക്കറിയാം, അടുത്ത ആളതാണ് പാസ്പോർട്ട് മേടിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് പണ്ടങ്ങനെയാണ്. ഏറ്റവും പ്രായമുള്ള വ്യക്തി ആദ്യം മരിക്കും, അതിനേക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തി അടുത്ത് മരിക്കും. ഇതാണ് പണ്ട്. മരണത്തിനൊരു ടൈമിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ കാലഘട്ടം നാം എടുത്ത് പരിശോധിച്ചാൽ, അപ്പച്ചനും അമ്മയും ജീവനോടിരിക്കുമ്പോൾ കൊച്ചുമക്കൾ മരിക്കുന്ന കാലഘട്ടം, അപ്പനും അമ്മയും ജീവനോടിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്ന കാലഘട്ടം. 2024 നാം എടുത്ത് പരിശോധിച്ചാൽ 2025 കൂടുതൽ 15 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്കുള്ള ആൺകുട്ടികൾ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ട വർഷമാ 2024. അപകടം വഴി, അതുപോലെ തന്നെ 14-15 വയസ്സുള്ള പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ വഴി ഈ ലോകം വിട്ട് മാറ്റപ്പെട്ട വർഷമാ. അതിന്റെ അർത്ഥം ഇന്നും അപ്പനും അമ്മയും ജീവനോടെയുണ്ട്, അപ്പച്ചനും അമ്മയും ജീവനോടെയുണ്ട്, മക്കൾ ഈ ലോകത്തിലില്ല. അതിന്റെ അർത്ഥം പ്രിയ സ്നേഹിത, ഈ രണ്ടാമത്തെ വാസസ്ഥലത്തിന്റെ പ്രത്യേകത, ഈ ലോകം വിട്ട് എപ്പോഴാ പോകുന്നതെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകം വിട്ട് പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ ഒത്തിരി നമ്മൾ പങ്കെടുക്കാറുണ്ട്. ഒരു ശവപ്പെട്ടിയുടെ പുറത്ത് ഒരു അതിരുകല്ലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ശവപ്പെട്ടിയുടെ പുറത്ത് ഒരു വസ്തുവിന്റെ പ്രമാണം ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം പ്രിയ സ്നേഹിത, ഈ ലോകം വിട്ടു പോകുമ്പോൾ ഒരു പിടി മണ്ണ് പോലും നീ കൊണ്ടുപോകത്തില്ല. എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും, എത്ര ഏക്കർ വസ്തു ഉണ്ടെങ്കിലും, എത്ര മണിമേടകൾ നീ പടുത്തുയർത്തിയാലും, എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി നീ വീടുകൾ പടുത്തുയർത്തിയാലും, ഈ ലോകം വിട്ട് പോകുന്നൊരു ദിവസമുണ്ട്. ഈ രണ്ടാമത്തെ വാസസ്ഥലം വിട്ട് പോകുന്നൊരു ദിവസമുണ്ട്. ഈ ലോകത്തിൽ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും, എന്തെല്ലാം നേടിയാലും ഒരു പിടി മണ്ണ് പോലും നീ പോകുമ്പോൾ കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി നീ ആരോടും വഴക്കിടാൻ പോകരുത്. ഒരു തുണ്ട് വസ്തുവിന് വേണ്ടി ആരോടും പിണങ്ങരുത്. കാരണം ഈ ലോകത്തിൽ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും, എന്തെല്ലാം നേടിയാലും അതൊന്നും നീ പോകുമ്പോൾ കൊണ്ടുപോകത്തില്ല. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, പാസ്റ്ററേ എനിക്ക് അവിടെ 5 ഏക്കർ വസ്തുവുണ്ട്, എനിക്ക് അവിടെ വലിയൊരു വീടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, വില കൂടിയൊരു വാഹനമുണ്ടെന്നൊക്കെ ഞാൻ പറയുമ്പോൾ, പ്രിയ സ്നേഹിത, നിനക്കൊരു 5 ഏക്കർ വസ്തു ഉണ്ടെങ്കിൽ 5 ഏക്കറിന് അല്ലെങ്കിൽ ഓരോ സെന്റ് വസ്തുവിനനുസരിച്ച് നീ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണ്ടേ? ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണം. അതിന്റെ അർത്ഥം നിന്റെ സ്വന്തം എന്ന് പറയാൻ പറ്റില്ല. ഗവൺമെന്റിന്റെ ഔദാര്യത്തില നിന്റേതെന്ന് നീ പറയുന്നേ. നീ ഓരോ സ്ക്വയർ ഫീറ്റ് നിന്റെ വീടിന്റെ വലിപ്പം കൂട്ടുന്നതനുസരിച്ച് ആ സ്ക്വയർ ഫീറ്റിന് എന്ത് ചെയ്യണം? വർഷം തോറും ടാക്സ് കൊടുക്കണം. സ്വന്തം വീടെന്ന് പറയാൻ പറ്റൂ? ഇല്ല. ഗവൺമെന്റിന് വസ്തുവിന് ടാക്സ് കൊടുക്കണം, വീടിന് ടാക്സ് കൊടുക്കണം. നിന്റെ പണം മുടക്കിയാ നീ സ്ക്വയർ ഫീറ്റ് വലുതാക്കിയേ, പക്ഷെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണം. അതിന്റെ അർത്ഥം ഈ ലോകത്തിൽ സ്വന്തം എന്ന് പറയാനും, ലോകത്തിൽ എന്തെല്ലാം ദൈവം തന്നാലോ അത് ദൈവം നൽകിയ ദാനമെന്നോർത്ത് ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രണ്ടാമത്തെ വാസസ്ഥലം വിട്ട് ഏത് സമയത്ത് നമ്മൾ പോകണം? ക്ഷണിക്കപ്പെടാത്ത അതിഥിയാകുന്ന മരണം ഏത് സമയത്തും ഈ ലോകത്തിലേക്ക് വരും, അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് വരും, നിന്റെ അടുക്കിലേക്ക് വരും. സമയമില്ലാത്തത് കൊണ്ട് ഈ രണ്ടാമത്തെ വാസസ്ഥലം വിട്ട് അടുത്തതിലേക്ക് നാം പോകാൻ പോകുകയാണ്. കരമുയർത്തി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാം.
ഇനി പ്രധാനമായിട്ട് പറയേണ്ടത് ഈ രണ്ടാമത്തെ വാസസ്ഥലത്തിന് അടുത്ത പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ ആയിരിക്കുമ്പോഴാ ആറാമത്തും എവിടെ പോകേണ്ടെന്ന് ചിന്തിക്കേണ്ടേ. ഇവരും കേട്ടില്ലെന്ന് തോന്നുന്നു. ഈ രണ്ടാമത്തെ വാസസ്ഥലത്തിലായിരിക്കുമ്പോഴാണ് 3, 4, 5, 6 തീരുമാനിക്കേണ്ടത് ഇവിടെ വെച്ചാ. ഹല്ലേലൂയ. അതിനാ ഇന്ന് രാത്രി ദൈവം നിന്നെ ജീവനോട് ഇരുത്തിയിരിക്കുന്നത്. നാളെ ഈ ദേശത്തുള്ള ആരും കേട്ടിട്ടില്ല എന്ന് പറയരുത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ആരും കേട്ടില്ല എന്ന് പറയരുത്. ആറാമത് നിത്യ സന്തോഷമുണ്ട്, നിത്യ നരകമുണ്ട്. അവിടെ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ രണ്ടാമത്തെ വാസസ്ഥലത്തിൽ. നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ, നിനക്ക് ഈ ജീവനുള്ളപ്പോൾ, നിനക്ക് ഈ ചിന്തിക്കേണ്ട ശേഷിയുള്ളപ്പോഴാണ് ചിന്തിക്കേണ്ടേ. അതിനാ ഈ സുവിശേഷ യോഗത്തിന്റെ ഒന്നാമത്തെ രാത്രി ഈ മെസ്സേജ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. മൂന്നാമത്തെ വാസസ്ഥലത്തിലേക്ക് ഹല്ലേലൂയ നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ വാസസ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞു, ഓർമ്മയുള്ളവരെന്ന് പറഞ്ഞ ഏതാ? കല്ലറവാസം. ഹല്ലേലൂയ. കല്ലറവാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഈ കല്ലറവാസം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഈ അല്പസമയത്തേക്ക് നിങ്ങളെ വീട്ടിലേക്ക് ഒന്ന് പറഞ്ഞു വിടുകയാണ്. എണീറ്റ് പോകണ്ട. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കോ. നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് നിങ്ങളെല്ലാവരും പോയല്ലോ അല്ലയോ? ആ ബെഡ്റൂമിലേക്ക് നിങ്ങൾ ചെന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്ന കട്ടില് അവിടെ കിടപ്പുണ്ട് അല്ലേ? നിങ്ങൾ സ്നേഹിക്കുന്ന തലയണ അവിടെ കിടപ്പുണ്ട്. ആരും തൊടാൻ ഇഷ്ടപ്പെടാത്ത, ആരും തൊടാൻ ആഗ്രഹിക്കാത്ത, ആരെയും ഇതുവരെയും കാണിക്കാത്ത പല രഹസ്യങ്ങളും അതിനകത്തിരിപ്പുണ്ട്. ചില പ്രായമുള്ളവരെയൊക്കെ നോക്കിയാൽ വലിയ കിഴിക്കെട്ടായിട്ട് വർഷങ്ങളായിട്ട് സമ്പാദിച്ചത് അവിടെ ഇരിപ്പുണ്ട്. സ്വന്തം മക്കൾക്ക് പോലും അറിയാത്ത പല രഹസ്യങ്ങളും ആ റൂമിനകത്തുണ്ട്. നിങ്ങളെല്ലാവരും പോയല്ലോ? അതെല്ലാം ഒന്ന് കാണണം. എന്തിനാണെന്നറിയാമോ? ഈ മൂന്നാമത്തെ വാസസ്ഥലത്തിലേക്ക് നമ്മൾ പോകുന്നൊരു യാത്രയുണ്ട്. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന കട്ടിലുണ്ട്. ഈ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, അയ്യോ ഞങ്ങളുടെ ഒരു കസിൻ, എൻ്റെ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, ഞങ്ങളുടെ ഒരു കസിൻ ഒരു ദിവസം തൃശ്ശൂരുള്ള ഒരു വീട് പ്രതിഷ്ഠയ്ക്ക് വേണ്ടി തലേ ദിവസം എൻ്റെ വീട്ടിൽ വന്ന് കിടന്നു. ഞാനൊരു 2-3 മണിയായപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഹാളിൽ ലൈറ്റ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം അവിടെ ഇരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിന്തിച്ച്, എത്ര ഭക്തനായ മനുഷ്യനാണ്, രാത്രി 2 മണിക്കൊക്കെ എണീറ്റിരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയില്ല, ഞാൻ പോയി കിടന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നലെ ഒത്തിരി പ്രാർത്ഥിച്ചു വലിയ ബൈബിൾ വായിച്ചു വലിയ. അദ്ദേഹം പറഞ്ഞ കാര്യം എന്നറിയാമോ? ഇന്നേ വരെ എൻ്റെ വീട് വിട്ട് ഞാൻ മാറിക്കിടന്നിട്ടില്ല, എൻ്റെ ബെഡ്റൂം വിട്ട് ഞാൻ മാറിക്കിടന്നിട്ടില്ല. ഇന്നലെ രാത്രി ആദ്യമായിട്ട് മാറിക്കിടന്നേ, അതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ലെന്ന്. അപ്പോൾ ഉറക്കം വരാത്തോണ്ട് ആശാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള പലർക്കും പറയാൻ കഴിയും, നമ്മൾ സ്നേഹിക്കുന്ന കട്ടിൽ, നമ്മൾ സ്നേഹിക്കുന്ന ബെഡ്ഷീറ്റ്, നമ്മൾ സ്നേഹിക്കുന്ന തലയണ, അത് വിട്ട് മാറിയാൽ ഉറക്കം വരാത്തവർ ഇതിനകത്തുണ്ടാകും. അതിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് പറഞ്ഞാൽ അതിപ്പോൾ പറയാൻ പറ്റില്ല. ആ തലയണ മുഴുവനും ഡിസൈനാണ് അല്ലേ? ഉള്ള ചാളുവ മുഴുവനും നിറഞ്ഞിരിക്കുന്ന സാധനം. അതിൽ കിടന്നാലും ഉറക്കം വരും. നിങ്ങളെല്ലാ ദിവസം ആ കവർ മാറ്റുന്നവരായതുകൊണ്ട് കുഴപ്പമില്ല. അതിൽ കിടന്നാലും ഉറക്കം വരും. കഴുകിയിട്ട് 1 മാസമായ ബെഡ്ഷീറ്റ് ആണെങ്കിലും അത് മൂടിയാൽ ഉറക്കം വരും അല്ലേ? പക്ഷേ ഈ രണ്ടാമത്തെ വാസസ്ഥലത്തിൽ നിന്ന് മൂന്നാമത്തെ വാസസ്ഥലത്തിലേക്ക് അവിടെ കിടന്നുറങ്ങുമ്പോൾ പോയെന്നിരിക്കട്ടെ, അവിടെ കിടന്നുറങ്ങും. ഒരു രാത്രി നമ്മൾ കിടന്നുറങ്ങി, പിറ്റേ ദിവസം വീട്ടിലുള്ളവർ നോക്കുമ്പോൾ അവിടെ നമ്മൾ കിടക്കുന്നു, പക്ഷേ ജീവനില്ല, പോയി. അങ്ങനെ പോയാൽ നമ്മൾ എത്ര സ്നേഹിക്കുന്ന ബെഡ്റൂം ആണെങ്കിലും, നമ്മൾ എത്ര സ്നേഹിക്കുന്ന കട്ടിലാണെങ്കിലും, നമ്മൾ എത്ര സ്നേഹിക്കുന്ന ബെഡ്ഷീറ്റ് ആണെങ്കിലും, നമ്മൾ എത്ര സ്നേഹിക്കുന്ന എന്തൊക്കെ അതിനകത്തുണ്ടെങ്കിലും, അവിടെ നിന്ന് നമ്മെ പൊക്കിയെടുത്ത് ഹാളിലേക്ക് കൊണ്ടു കിടത്തും. പിന്നെ തിരിച്ചൊരിക്കൽ പോലും ആ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറ്റത്തില്ല. ഹല്ലേലൂയ. പോയില്ലേ? സ്നേഹിച്ച കട്ടില് പോയി, സ്നേഹിച്ച തലയണ പോയി, സ്നേഹിച്ച ബെഡ്ഷീറ്റ് പോയി. ആരും തൊടാൻ ആഗ്രഹിക്കാത്തത്, ആരെയും ഇതുവരെയും കാണിക്കാൻ ആഗ്രഹിക്കുന്ന പല രഹസ്യങ്ങളും അതിനകത്തുണ്ട്. അതെല്ലാം പോയി, തിരിച്ചു കയറാൻ പറ്റില്ല. ഇന്ന് രാത്രി ആരെങ്കിലുമൊക്കെ തിരിച്ചു ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ രഹസ്യമായിട്ടുള്ളത് എടുത്തു മാറ്റിക്കൊള്ളണം. നാളെ രാവിലെ ഇതുപോലെ മൂന്നാമത്തെ വാസത്തിലേക്ക് ഒരുപക്ഷെ പോകാൻ ചാൻസ് ഉണ്ട്. ഇന്ന് രാത്രി പോയി ഒന്നുകൂടെ ആ ബെഡ്റൂമും ആ വീടും എല്ലാം ഒന്ന് കാണണം. പേടിപ്പിക്കാനല്ല, രണ്ടാമത്തെ വാസസ്ഥലത്തിലായിരിക്കുമ്പോൾ ഇതൊക്കെ ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ 85 വയസ്സുണ്ട്, ഇന്നലെയും പ്ലാവിൻ്റെ തൈ മേടിച്ചുകൊണ്ട് പോവുക. എന്തിനാ? 5 വർഷമാകുമ്പോൾ കായ്ക്കുന്നു. അതിൻ്റെ അർത്ഥം മരിക്കാൻ ആർക്കും ഇഷ്ടമില്ല. ഈ പ്രതീക്ഷയോടുകൂടിയ ഈ രണ്ടാമത്തെ വാസസ്ഥലത്തിൽ പലരുമായിരിക്കുന്നത്. പ്രിയ സ്നേഹിത,
ആ ബെഡ്റൂമിൽ നിന്ന് നമ്മെ ഹാളിലേക്ക് കൊണ്ടു കിടത്തും. ആ ഹാളിൽ ഇരിപ്പുണ്ടെന്നാ നമ്മൾ മേടിച്ച ഒത്തിരി സമ്മാനങ്ങൾ. ആ ഹാളിലല്ലേ ചില ആൾക്കാരൊക്കെ പറയുന്ന കേട്ടില്ലേ, അങ്ങ് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന മാർബിള, ആ ഇന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന തേക്കിൻ തടി കൊണ്ടുണ്ടാക്കപ്പെട്ട ഫർണിച്ചറാ ഇതൊക്കെ. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊന്നും അത് കേട്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന പല ഫർണിച്ചറുകളും പല സമ്മാനങ്ങളും പലതും ആ ഹാളിൽ കിടപ്പുണ്ട്. പക്ഷെ അധിക സമയം ഹാളിൽ നമ്മളെ കിടത്തത്തില്ല. ആ ബെഡ്റൂം പോയില്ലേ, ആ മനോഹരമായ ആ ഹാളിൽ നിന്നും നമ്മളെ പുറത്തേക്ക് കൊണ്ടു കിടത്തും, മുറ്റത്തേക്ക്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, വീട് പോയി, ആ ഹാള് പോയി, ആ ബെഡ്റൂം പോയി, നമ്മളെ മുറ്റത്ത് കൊണ്ട് കിടത്തിയാൽ പിന്നെ ഒരിക്കൽ പോലും എത്ര കോടിക്കണക്കിന് നീ ചെലവാക്കിയ വീടാണെങ്കിലും നിനക്കിഷ്ടമുള്ള എന്തൊക്കെ അതിനകത്തുണ്ടെങ്കിലും തിരിച്ചു കയറാൻ പറ്റില്ല. ഹല്ലേലൂയ. ആ മുറ്റത്ത് കൊണ്ട് കിടത്തും. മുറ്റത്ത് കൊണ്ട് എന്തുണ്ട്? ഇതുപോലെ ഒത്തിരി ചെടികളുണ്ട് അല്ലേ. ആരെയും പൂവറിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരല്ല. ആരും അതിൽ നിന്ന് ഒന്നുപോലും ഒടിക്കാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ല. നമ്മൾ അങ്ങോട്ട് നോക്കി അവിടെ നിന്ന് ഇവിടുന്ന് ഒടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ നമ്മുടെ മുറ്റത്ത് ഇരിക്കുന്നത് ആരും തൊടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 വർഷം കൊണ്ട് കായ്ക്കുന്നതും 3 വർഷം കൊണ്ട് കായ്ച്ചതൊക്കെ അവിടെ ഒത്തിരി മനോഹരമായതൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ അവിടെയും അധിക സമയം കിടത്തത്തില്ല. അവിടെ ഒരു ടൈമിംഗ് ഉണ്ട്. ആ സമയമാകുമ്പോൾ 4 പേര് ഒരു പെട്ടിയകത്താണല്ലോ നമ്മൾ കിടക്കുന്നത് അല്ലേ. 4 പേർ നമ്മെ പൊക്കിയെടുക്കും. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അപ്പോൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, അതൊന്ന് പാടാൻ തോന്നുകയാണ്. നിങ്ങളും കൂടെ പാടുമല്ലോ. ഹല്ലേലൂയ. 4 പേര് ഒരുമിച്ച് പൊക്കിയെടുക്കും. ആ സമയത്തൊരു പാട്ടുണ്ട്. ഏതാ? രാത്രിയിൽ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും രഥത്തിൻ്റെ ശബ്ദം ചേർന്ന് പാടാം. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം ോ വീടുന്നു. എൻ സ്വദേശമദീന ബത്തപ്പേട്ടോ വീടുന്നു. ഹല്ലേലൂയ. ഈ പാട്ട് കേൾക്കുമ്പോൾ വിറയിൽ വരുന്ന ആൾക്കാരുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ നെഞ്ചിനകത്ത് പടപടപ്പ് കൂടുന്ന ആൾക്കാരുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പം തന്നെ മരിച്ചു പോകും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്തുള്ളവരാരും അങ്ങനെയുള്ളവരും അല്ല എന്ന് ചിന്തിക്കുന്നു. പക്ഷേ ദേശത്തിൽ ആരൊക്കെയോ ഇപ്പോൾ TV ഓഫ് ചെയ്തു.
ഇന്നെയാണ് അവരോട് സംസാരിക്കാൻ. ആരോ മരിച്ചെന്ന് ചിന്തിച്ച് TV ഓഫ് ചെയ്തു. കാരണം അങ്ങനെയാണല്ലോ ഈ പാട്ട് നാഗൽ സായിപ്പ് എഴുതിയത്. കാളവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എഴുതിയ വരികളാ. എന്താ? സമയമാകുന്ന രഥത്തിൽ ജീവനോടിരിക്കുന്ന നമ്മളായി പ്രത്യാശഗാനം പാടുവാൻ, അല്ലാതെ 4 പേരുടെ തോളിനകത്തിരിക്കുമ്പോൾ മരണത്തിന് പാടാൻ എഴുതിയ മരണപ്പാട്ടല്ല. ജീവനോടിരിക്കുന്ന നമ്മൾ സമയമാകുന്ന രഥത്തിൽ യാത്രക്കാരാണ്. ഏത് സമയത്തായി ലോകം വിട്ട് പോകുന്നതെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് ഇത് സഭായോഗത്തിൽ പാടാം, ഇത് കൺവെൻഷൻ യോഗത്തിന് പാടാ, വീട്ടിനകത്ത് കരമടിച്ച് പാടേണ്ടതാ, വെപ്രാളം കൂടേണ്ട പാട്ടാ. ഇത് വെപ്രാളം കൂടണം. എന്തിനാ? ഇപ്പം മരിക്കുമെന്ന് തോന്നണം. ഹല്ലേലൂയ. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഈ പാസ്റ്ററെ, ഈ മരിച്ചതിന് ശേഷം മറ്റുള്ളവർ ചെയ്യുന്ന ക്രിയകൾ കൊണ്ടും കല്ലറ പ്രാർത്ഥനകൾ കൊണ്ടും ബലിയർപ്പണങ്ങൾ കൊണ്ടൊക്കെ സ്വർഗത്തിൽ പോകാമെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. എൻ്റെ അടുത്തും ചില ആൾക്കാർ പറയാറുണ്ട്, ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, മരണത്തിന് ശേഷം ചെയ്യുന്ന ക്രിയകൾ കൊണ്ടും ബലിയർപ്പണങ്ങൾ കൊണ്ടും കല്ലറ പ്രാർത്ഥനകൾ കൊണ്ടും സ്വർഗത്തിൽ പോകാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇന്ന് രാത്രി ഞാനിവിടെ ആൻറ്റിയെ മൈക്ക് കൊടുത്ത് വായിക്കാൻ എഴുതിയിരിക്കുന്നത്, ഇന്ന് രാത്രി ഒരു പെന്തക്കോസ്തിൻ്റെ ഉപദേശമല്ല ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു സഭയുടെ വക്താവായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. വേദപുസ്തകത്തിനകത്ത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അത് വായിച്ച് കേൾപ്പിച്ച് ഈ ദേശത്തോട് സംസാരിക്കുകയാ. എന്താണെന്നറിയാമോ? നാളെ ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് ആരും പറയരുത്. ഇത് പെന്തക്കോസ്തിന്റെ ഉപദേശമാണെന്ന് ആരും പറയാതിരിപ്പാൻ. സ്നേഹിത, ആ ചോദ്യത്തിന് മറുപടി ബൈബിളിൽ വായിച്ചു കേൾപ്പിക്കാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇതാണ്, മരിച്ചതിന് ശേഷം ചെയ്യുന്ന ക്രിയകൾ കൊണ്ടും ബലിയർപ്പണങ്ങൾ കൊണ്ടും മരണാനന്തര ചടങ്ങുകൾ കൊണ്ടും ഒരു പ്രയോജനമില്ലെന്ന് ബൈബിളിനകത്ത് തെളിവുണ്ടോ? അതേ തെളിവുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം മുതൽ താഴോട്ടൊന്ന് വായിച്ചു കേൾക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം നിങ്ങളുടെ ബൈബിൾ POC ബൈബിൾ ആയിരിക്കാം, നിങ്ങളുടെ ബൈബിൾ ഹോഷന്റെ ബൈബിൾ ആയിരിക്കാം, നിങ്ങളുടെ ബൈബിൾ ഏത് വേർഷനായിരുന്നാലും സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കാം. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല, മേലാൽ അവർക്കൊരു പ്രതിഫലവും ഇല്ല. പറഞ്ഞു പോകാം. ശ്രദ്ധിക്കേ, ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, അല്ലേ? ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നമ്മൾ കേട്ടു, ഈ 2ാമത്തെ വാസസ്ഥലത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ മരിക്കുമെന്നറിയുന്നു. അടുത്ത്, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അതിന്റെ അർത്ഥം, മരിച്ചതിന് ശേഷം എത്ര വില കൂടിയ പെട്ടിക്കകത്ത് കിടത്തിയാലും, മരിച്ചതിന് ശേഷം എത്ര വില കൂടിയ കല്ലറകൾ പടുത്തുയർത്തിയാലും, എത്ര മാർബിളിട്ട് കല്ലറ പ്രതിഷ്ഠകൾ നടത്തിയാലും, മരിച്ചതിന് ശേഷം എത്ര ലക്ഷങ്ങൾ മുടക്കി ശവസംസ്കാര ശുശ്രൂഷകൾ ചെയ്താലും, മരിച്ചതിന് ശേഷം അവരുടെ പേരിൽ 10 വീട് വെച്ചു കൊടുത്താലും, മരിച്ചതിന് ശേഷം ബലിയർപ്പണങ്ങൾ ചെയ്താലും, ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ജീവിച്ചിരിക്കുന്നവർ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. ഈ ശവപ്പെട്ടി കടയിലൊക്കെ ഇടയ്ക്ക് പോയാൽ നല്ലൊരു കാഴ്ച കാണാൻ പറ്റും. എന്താണെന്നറിയാമോ? ഇടയ്ക്കൊക്കെ ഞാൻ പോകാറുണ്ട്. അവിടെ കാണുന്ന കാഴ്ച എങ്ങനെയാണ്? 1.5 ലക്ഷം രൂപയുടെ ശവപ്പെട്ടി അവിടെ ഇരിപ്പുണ്ട്. 1.5 ലക്ഷം രൂപയുടെ ശവപ്പെട്ടി ഇരിപ്പുണ്ട്. സ്വർഗപ്പെട്ടി എന്നൊക്കെ പേരുണ്ട്. 1 ലക്ഷം രൂപയുടെ ശവപ്പെട്ടി ഇരിപ്പുണ്ട്. 70,000 രൂപയുടെ തേക്കിൻ മരം കൊണ്ടുള്ള ശവപ്പെട്ടി ഇരിപ്പുണ്ട്. 40,000 രൂപയുടെ നല്ല പ്ലാവിൻ്റെ കാതൽ കൊണ്ടുണ്ടാക്കപ്പെട്ട ശവപ്പെട്ടി ഇരിപ്പുണ്ട്. 3,500 രൂപയുടെ റബ്ബർ മരം കൊണ്ടുള്ള ശവപ്പെട്ടിയും അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയാണ്, ഇത്രയും വില കൂടിയ ശവപ്പെട്ടി ആരാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അപ്പനെ അമ്മയും നേരെ നോക്കാത്ത മക്കളാണ് ആ ശവപ്പെട്ടി മേടിക്കുന്നത്. ഹല്ലേലൂയ. ജീവനോടിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കത്തില്ല, ജീവനോടിരിക്കുമ്പോൾ ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കത്തില്ല, ജീവനോടിരിക്കുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കത്തില്ല, ജീവനോടിരിക്കുമ്പോൾ സ്നേഹിക്കത്തില്ല, ജീവനോടിരിക്കുമ്പോൾ ആ ഒരു നേരത്തെ ആഹാരം കൊടുക്കത്തില്ല, ജീവനോടിരിക്കുമ്പോൾ ഒന്ന് അടുത്തിരുന്ന് ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കത്തില്ല, ജീവനോടിരിക്കുമ്പോൾ കുറച്ചു നേരം വർത്തമാനം പറയത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ 10 ആൾക്കാരെ കാണിക്കാൻ, ദേശക്കാരെ കാണിക്കാൻ, ഏറ്റവും വില കൂടിയ ശവപ്പെട്ടിക്കകത്തവരെ കിടത്തിയാലും, വില കൂടിയ തുണികൾ കൊണ്ട് പുതപ്പിച്ചാലും, വലിയ സംഗീത ഉപകരണങ്ങളോടുകൂടി അവരൊക്കെ വിലാപയാത്രകൾ കൊടുത്താലും, അവർ വായിക്കുന്ന എങ്ങനെയാണ്? മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ അപ്പനും അമ്മയും ജീവനോടിരിക്കുമ്പോൾ എത്രത്തോളം അവരെ സ്നേഹിക്കാമോ, എത്രത്തോളം നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കാമോ, എത്രത്തോളം നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കാമോ. ഇപ്പോൾ നല്ലൊരു മകനും കൂടെ. ഹല്ലേലൂയ. പണ്ട് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. കഥ എങ്ങനെയാണ്? സമയം ഓടിച്ചു പോവുകയാണ്, എങ്കിലും അതൊന്ന് പറഞ്ഞിട്ട് പോകും നല്ലതായിരിക്കും. ഒരിക്കലൊരു പ്രായമുള്ള അപ്പച്ചൻ തൊലിയെല്ലാം ചുളുങ്ങി തലയൊക്കെ നരച്ച് അങ്ങ് മരിക്കാറായി. മകനൊരു തീരുമാനമെടുത്ത്, ഈ അപ്പനെ കൊണ്ടിന് ഒരു പ്രയോജനമില്ല, അങ്ങ് കളഞ്ഞേക്കാമെന്ന് ചിന്തിച്ച് ഈ മകനെ അപ്പനെ തോളത്ത് എടുത്ത് കിടത്തി.
ഒരു വിജനമായ സ്ഥലത്തൂടെ, ഒരു ചെറിയ വനാന്തരത്തിൻ്റെ അകത്തൂടെ ഇദ്ദേഹം അപ്പനുമായിട്ട് കടന്നു പോവുകയാണ്. ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഈ മകൻ ക്ഷീണിച്ചപ്പോൾ അവിടെ ഒരു പാറ കണ്ടു. ഒരു ചെറിയ പാറ, അതിൻ്റെ പുറത്ത് അപ്പനെ ഇരുത്തി. എന്നിട്ട് ഓപ്പോസിറ്റുള്ള മറ്റൊരു പാറയുടെ പുറത്ത് മകൻ ഇങ്ങനെ ഇരിക്കുകയാണ്. മകൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൻ അവിടെ ഇരുന്നു കൊണ്ട് മകനെ നോക്കിയിട്ട് ചിരി ആരംഭിച്ചു. ഭയങ്കരമായി പൊട്ടിച്ചിരിക്കുകയാണ് അപ്പൻ. മകൻ ചോദിക്കുക അപ്പനോട്, അപ്പനെ കളയാനല്ലേ ഞാൻ ഈ കൊണ്ടുപോകുന്നു, പിന്നെ എന്തിനായി അപ്പനെ ഈ ഇരുന്ന് ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എടാ, പണ്ട് എൻ്റെ അപ്പനെ കളയാനും ഞാൻ ഇതുവഴിയാ വന്നേ. ഞാൻ ഇരിക്കുന്ന സ്ഥലത്താ അന്ന്, അല്ല നീ ഇരിക്കുന്ന സ്ഥലത്താ അന്ന് ഞാനിരുന്നേ. എന്നെ നീ ഇരുത്തിയിരിക്കുന്നില്ലേ, അതാ സ്ഥലത്താ എൻ്റെ അപ്പനെ അന്ന് ഞാൻ ഇരുത്തിയെന്ന്. അതിൻ്റെ അർത്ഥം നീ അളക്കും നളവനാൽ തിരിച്ചു കിട്ടും. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച്, നീ എത്രത്തോളം നിന്റെ അപ്പനെ സ്നേഹിക്കുന്നുവോ, എത്രത്തോളം നിന്റെ അമ്മയെ സ്നേഹിക്കുന്നുവോ, എത്രത്തോളം നിന്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നുവോ, അതിൻ്റെ അടുത്ത് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കോ? ഇതിനകത്ത് സ്തോത്രം പറഞ്ഞു എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകണമെന്നില്ല, ഹല്ലേലൂയ പറഞ്ഞു എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകണമെന്നില്ല, ഒരു പെന്തക്കോസ്ത് സഭയിൽ പോയെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകണമെന്നില്ല, ആമേൻ, നീ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകണമെന്നില്ല. ഈ ലോകത്തിൽ കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നതിന് പ്രകാരം ആമെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയിട്ടും ആമെ ഹല്ലെ ചകിട്ടത്തടിച്ചിട്ടും ഇതെല്ലാം അനുഭവിച്ച കർത്താവ് ഇപ്രകാരം പറയുക, പിതാവേ ഇവരോട് ക്ഷമിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതവിടെ ഇരുന്നോട്ടെ, ഈ ഭാഗത്തേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ വായിക്കുന്ന എങ്ങനെയാ? ജീവിച്ചിരിക്കുന്നവർ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അടുത്തത്, മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല. അവരുടെ ഓർമ്മ വിട്ടുപോകുന്നല്ലോ. അവരുടെ സ്നേഹവും, മരിച്ചവരെ കുറിച്ചാണ്, അവരുടെ സ്നേഹവും അവരുടെ ദേഷ്യവും അവരുടെ അസൂയയും മരണത്തോടെ നശിക്കും. അല്ലാതെ ആരോ പറഞ്ഞതുപോലെ എന്നെ മരിച്ച ഇന്നയാളില്ലേ, അതെ ഇന്നലെയും എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു. ആര് വന്ന് കുറേ നേരം എന്നോടത്ത് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടാ പോയെന്ന്. അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല. അവർക്ക് നമ്മളെ പിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. പിന്നെ മറ്റു ചില ആൾക്കാരുണ്ട്, പാസ്റ്ററോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ദേ അവിടെ ദുർമരണപ്പെട്ടില്ലയോ, തൂങ്ങി മരിച്ചില്ലയോ, ആത്മഹത്യ ചെയ്തില്ലയോ, ആ വ്യക്തി ഇന്നലെ ഞാൻ അതുവഴി പോയപ്പോൾ എന്നെ കൈയാട്ടി ഇങ്ങനെ വിളിച്ചായിരുന്നു. ഞാൻ ജനൽ തുറന്നിട്ട് ഇട്ടിരുന്നപ്പോൾ അതുവഴി എത്തി നോക്കിയായിരുന്നു. അങ്ങനെയൊന്നും വരത്തില്ല, നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ പേടിയില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കാരണം അല്ലേ, അതല്ലയോ, അതാണല്ലോ ഇങ്ങനെ ടോർച്ച് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലോട്ട് അടിക്കുന്നത്. പേടിയില്ല നമുക്ക്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വായിച്ചത് കേട്ടോ, ഞാൻ ബൈബിൾ തെളിവാണ് വായിച്ച് കേൾപ്പിക്കുന്നത്. അവരുടെ സ്നേഹവും അവരുടെ ദേഷ്യവും അവരുടെ അസൂയയുമെല്ലാം മരണത്തോട് നശിച്ചു. അടുത്തതാണ് അടുത്ത പ്രധാനപ്പെട്ട വാക്യം. ശ്രദ്ധിച്ചേ, സൂര്യന് കീഴെ നടക്കുന്ന യാതൊരു കർമ്മങ്ങളിലും ആ മരിച്ചുപോയ അവർക്കിനി ഒരിക്കലും ഓഹരിയില്ല. അതുകൊണ്ട് പ്രിയ സ്നേഹിത, നീ ജീവനോടിരിക്കുമ്പോൾ എത്രത്തോളം ദൈവത്തെ പ്രസാദിപ്പിക്കാമോ, നീ ജീവനോടിരിക്കുമ്പോൾ എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്താമോ, നീ ജീവനോടിരിക്കുമ്പോൾ എത്രത്തോളം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാമോ, അതനുസരിച്ച് മാത്രമേ നിനക്ക് സായുജ്യം പ്രാപിക്കാൻ പറ്റൂ, അതനുസരിച്ച് മാത്രമേ മോക്ഷം പ്രാപിക്കാൻ പറ്റൂ, അതനുസരിച്ച് മാത്രമേ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അല്ലാതെ മരിച്ചതിന് ശേഷം ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടോ ക്രിയകൾ കൊണ്ടോ ബലിയർപ്പണങ്ങൾ കൊണ്ടോ കല്ലറ പ്രാർത്ഥനകൾ കൊണ്ടോ ഒരു പ്രയോജനമില്ലെന്ന് ഞാനല്ല പറഞ്ഞ്. വിശുദ്ധ വേദപുസ്തകം എന്നറിയപ്പെടുന്ന ലോകത്തിലെ ആദ്യമായി അച്ചടിക്കപ്പെട്ട, ലോകത്തിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അവർക്കിനി ലോകത്തിൽ സൂര്യന് കീഴിൽ നടക്കുന്ന യാതൊന്നിലും അവർക്കിനി ഒരിക്കലും യോഹരിയില്ല. അങ്ങനെ മൂന്നാമത്തെ വാസസ്ഥലത്തിൽ നിന്നും ആ മൂന്നാമത്തെ വാസസ്ഥലത്തിലേക്ക് നമ്മൾ രണ്ടാമത്തെ വാസസ്ഥലത്തിൽ നിന്നും ഒരു ദിവസം മൂന്നാമത്തെ വാസസ്ഥലമാകുന്ന കല്ലറവാസത്തിലേക്ക് പോകും. ആമേൻ, ആമേൻ. ഒന്നാമത്തെ വാസസ്ഥലത്തിന്റെ കാലാവധിയുണ്ട്. എത്രയാ? 9 മാസവും ചില ദിവസങ്ങളും. രണ്ടാമത്തെ വാസസ്ഥലത്തിന് കാലാവധിയില്ല, എപ്പോഴാ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. മൂന്നാമത്തെ വാസസ്ഥലത്തിന് ഒരു കാലാവധിയുണ്ട്. കല്ലറവാസത്തിന് എന്താണെന്നറിയാമോ? മരിച്ചുപോയ ആരുടെയും ആത്മാക്കൾ സ്വർഗത്തിലും പോയിട്ടില്ല, നരകത്തിലും പോയിട്ടില്ല. പിന്നെയോ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് പ്രത്യാശയോടെ പറയാൻ പറ്റും, ഞങ്ങളുടെ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കും. ആമേൻ,
ഹല്ലേലൂയ. ആ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ആ ആത്മാവ് എന്നാ ഉയർത്തെഴുന്നേൽക്കുന്നറിയാമോ? മൂന്നാമത്തെ വാസസ്ഥലമാകുന്ന കല്ലറവാസത്തിൽ നിന്നും ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന കർത്താവിൻ്റെ ഗംഭീരനാഥം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരുടെ കല്ലറകൾ പൊട്ടിയെടുക്കും. എല്ലാവരും കണ്ടില്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ആമേൻ. നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന നമ്മുടെ ആത്മാവ് എവിടെ വരും? നമ്മെ അടക്കം ചെയ്ത മൂന്നാമത്തെ വാസസ്ഥലമാകുന്ന ആ കല്ലറയിലേക്ക് വന്ന് ആ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ നാം ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ഈ കൺവെൻഷൻ എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? കർത്തൃദാസന്മാർ ഇതിനകത്തിരിക്കുന്നവർ പുറത്ത് കേൾക്കുന്നവരും ജീവനോടിരിക്കുമ്പോഴാണ് കർത്താവ് രണ്ടാമത് വരുന്നു എങ്കിൽ ആ കാഹളം നമ്മളും കേൾക്കണം, നമ്മളും പൈൻ ചിറകടിച്ച് പറന്നുയരണം. അല്ല, നമ്മൾ മരിച്ചതിന് ശേഷമാണ് യേശുക്രിസ്തു രണ്ടാമത് വരുന്നു എങ്കിൽ നമ്മുടെ ആത്മാവ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയും ആ കർത്താവിൻ്റെ ഗംഭീരനാഥം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ നമ്മെ അടക്കം ചെയ്ത കല്ലറകൾ ഭേദിച്ച് നാം ഉയർത്തെഴുന്നേൽക്കണം. ആരും കൈവിടപ്പെടാൻ പാടില്ല. ആമേൻ. ആ ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. ആമേൻ. വായിക്കാൻ സമയമില്ലാണ്ട് യെശയ്യാവ് 26:19 അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? മൃതന്മാർ ജീവിക്കും. കൊലോസ്യർ 3:3 ആമേൻ. മരിച്ചുപോയവരുടെ ആത്മാവ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ആമേൻ. വെളിപ്പാട് 14:13 അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? വിശ്രമത്തിനായി അവർ കടന്നുപോയിരിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12:13 അവിടെ നമ്മൾ ഈ കല്ലറയുടെ അടുക്കൽ അല്ലെങ്കിൽ അടക്ക സമയത്ത് പറയുന്നൊരു വാചകമാ, നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക. അല്ലേ? കാലാവസനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ഇതാണ് കല്ലറവാസം, മൂന്നാമത്തെ വാസം. 4ഉം 5ഉം പ്രസംഗിക്കാൻ സമയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെപ്പോഴെങ്കിലും നമുക്ക് കേൾക്കാം. 4ാമത്തെ വാസസ്ഥലം വാനമേഘയാണ്, സമയമില്ലാത്തതുകൊണ്ട് കട്ട് ചെയ്തു. 5ാമത്തത് സഹസ്രാബ്ദ വാഴ്ച, അതും പ്രസംഗിക്കുന്നില്ല. ഇനി പ്രധാനമായിട്ടുള്ള 6ാമത്തെ വാസസ്ഥലത്തിലേക്ക് നമ്മൾ വരികയാണ്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് ഈ ദേശത്തോടും ഇവിടെ കൂടി വന്നിരിക്കുന്നവർക്കും അവരും പ്രധാനമായി പറയേണ്ട കാര്യമാണ് 6ാമത്തെ വാസസ്ഥലം. വായിക്കാൻ ആ 6ാമത് 2 വാസസ്ഥലമുണ്ട്. വായിക്കാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 31, 34, 41. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 31, 34, 41. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. വലത്തുള്ളവരോട് പറയുകയാണ്, ലോകസ്ഥാപനത്തിനു മുൻപേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യം അവകാശമാക്കുക. അതിൻ്റെ അർത്ഥം 2 വാസസ്ഥലമുണ്ട്. 1 നിത്യരാജ്യം, നിത്യജീവൻ. ഹല്ലേലൂയ. 3 അതിൻ്റെ 41-ാമത്തെ വാക്യം, പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ കൂട്ടർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുക. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവർക്കോടും പുറത്ത് കേൾക്കുന്നവരോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കണമോ നിത്യ നരകത്തിലേക്ക് പ്രവേശിക്കണമോ എന്ന് ഈ 2ാമത്തെ വാസസ്ഥലമാകുന്ന ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കണം. ഹല്ലേലൂയ. ഈ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ പരസ്പരം സംസാരിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എടാ നിനക്ക് സോപ്പ് വേണോ നാരങ്ങ വേണോ എന്ന് ചോദിക്കും. സോപ്പ് വേണോ എന്ന് പറഞ്ഞാൽ അവൻ പറയും നീ സ്വർഗത്തിൽ പോകുമെന്ന് പറയും. നാരങ്ങ വേണോ എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോകുമെന്ന് പറയും. അതിൻ്റെ അർത്ഥം അന്ന് സ്കൂൾ കുട്ടികൾക്ക് പോലും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒരു അറിവുണ്ടായിരുന്നു, ഒരു ചിന്തയുണ്ടായിരുന്നു. ഇന്നോ കുട്ടികൾക്ക് മാത്രമല്ല പ്രായമുള്ളവർക്ക് പോലും, ഇതിനകത്തുള്ളവർ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മൾ എത്രത്തോളം സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, നരകത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, നിത്യജീവനെക്കുറിച്ച് എത്രത്തോളം ചിന്തിക്കുന്നു എന്ന് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കണം. ഈ മരിക്കുന്ന ആൾക്കാർ കുറിച്ച് പോസ്റ്ററിലൊക്കെ വരാറുണ്ട്, നിത്യതയിലേക്ക് പ്രവേശിച്ചു അല്ലേ. ഇനി അയാൾ കൺക്ലൂഡിയനായാലും ഇനി എങ്ങനെ ജീവിച്ച ആളാണെങ്കിലും ഹെഡിങ് എങ്ങനെയാണ്? നിത്യതയിലേക്ക് പ്രവേശിച്ചു. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു വേഗം വേഗം. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? ആരും മിണ്ടുന്നില്ല. ശരിയാണ്, ശരിയാണ്. അദ്ദേഹം നിത്യതയിലേക്ക് പ്രവേശിച്ചെന്നാ എഴുതിയേ അല്ലേ? ഏത് നിത്യത എന്ന് എഴുതിയിട്ടില്ല. 2 നിത്യതയുണ്ട്. അതാ ഇപ്പൊ ചിന്തിക്കാൻ പോകുന്നത്. അവൻ നിത്യത എന്നുള്ളത് ശരിയാണ്. ഒന്നുകിൽ നിത്യ നരകം,
അല്ലെങ്കിൽ നിത്യ സ്വർഗം. ഇത് രണ്ടിലും അദ്ദേഹം നിത്യ ജീവനിലേക്ക് പ്രവേശിച്ചു എന്ന് എഴുതിയിട്ടില്ല, നിത്യ നരകത്തിൽ പോയെന്ന് എഴുതിയിട്ടില്ല. നിത്യത എന്നത് ഈ ലോകത്തുള്ള എല്ലാവർക്കും നിത്യതയുണ്ട്. ആമേൻ. ഇന്ന് രാത്രി ചിന്തിക്കേണ്ടത് നിത്യ സ്വർഗത്തിൽ പോണോ, നിത്യ നരകത്തിൽ പോണോ? ഈ ചില ആൾക്കാരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ പല്ലില്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ചിരിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചു പറയാറുണ്ട്, അപ്പച്ചാ അമ്മച്ചി നിങ്ങൾക്ക് പല്ലില്ലെങ്കിലും വിഷമിക്കണ്ട, നരകത്തിൽ പോയാലും പല്ല് വേണം, സ്വർഗത്തിൽ പോയാലും പല്ല് കിട്ടും. മനസ്സിലായില്ലേ? നീയും നരകത്തിൽ പോയാലും പല്ല് കിട്ടും, സ്വർഗത്തിൽ പോയാലും പല്ല് കിട്ടും. അപ്പോൾ അവർ ചോദിക്കുക, അതെങ്ങനെയാ? നരകത്തിൽ പോയാൽ 2 ജോലിയുണ്ട്. എന്തൊക്കെ? കരച്ചിലും മോണകടി എന്നല്ല, പല്ലുകടി. അതിൻ്റെ അർത്ഥം അവിടെ ചെന്നാലും പല്ല് കിട്ടും, കാരണം അവിടെ കരച്ചിലും പല്ലുകടി എന്നാണ്. ആമേ സ്വർഗത്തിൽ പോയാൽ ജീവവൃക്ഷത്തിൻ്റെ ഫലവും തേൻകൂട്ടിയ ദോശ പോലെയുള്ള ആമേ മഞ്ഞയൊക്കെ ഭക്ഷിക്കണമെങ്കിൽ നമുക്ക് പല്ല് വേണം. അതിൻ്റെ അർത്ഥം ഇവിടെ പല്ലില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഭാരപ്പെടേണ്ട. സ്വർഗത്തിൽ പോയാലും നരകത്തിൽ പോയാലും പല്ല് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഇന്ന് രാത്രി നരകത്തിൽ പോകാൻ വേണ്ടിയല്ല ഈ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്, നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കണം. ഹല്ലേലൂയ. ചോദ്യം ഇതാണ്, അപ്പോൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ മറുപടി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കണ്ട. വെളിപ്പാട് 20:15 വായിക്കുന്നത് എങ്ങനെയാണ്? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീ പൊയ്കയിൽ തള്ളിയിടും. എല്ലാവരും പറഞ്ഞേ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും ഇവിടെ തീ പൊയ്കയിൽ തള്ളിയിടും. അതിൻ്റെ അർത്ഥം നിത്യ നരകത്തിലേക്ക് പോകണമെങ്കിൽ ചില ആൾക്കാരോടൊക്കെ പറയാറുണ്ട്, നീ പോകുന്ന പോക്കോടെ അങ്ങ് പോയാൽ മതി, നരകത്തിൽ പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിത്യ നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണം? ജീവപുസ്തകത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ പേര് പഞ്ചായത്തിലുണ്ട്, നമ്മുടെ പേര് താലൂക്കിലുണ്ട്, നമ്മുടെ പേര് വില്ലേജിലുണ്ട്, നമ്മുടെ പേര് പല ബാങ്കുകളിലുമുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്തും പുറത്തും കേൾക്കുന്നവര് എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ച് അഭിമാനത്തോടെ പറയാൻ പറ്റൂ, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്? ഈ സുവിശേഷ യോഗത്തിന്റെ 1-ാമത്തെ രാത്രി ഇതിനകത്തും പുറത്തും കേൾക്കുന്നവര് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ദിവസമായി മാറട്ടെ. ജീവന്റെ പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിത്യജീവനിലേക്ക് പ്രവേശനമുള്ളൂ. അത് മരിച്ചതിന് ശേഷമല്ല. ഈ 2-ാമത്തെ വാസസ്ഥലമാകുന്ന ഈ കൂടാരവാസം എന്നറിയപ്പെടുന്ന ഈ ഭൂമിയിൽ നീ ജീവനോടിരിക്കുമ്പോൾ നിന്റെ പേര് ജീവപുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്യണം. ചോദ്യം ഇതാണ്, പാസ്റ്ററേ, ജീവപുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് മറുപടി പറയും, എൻ്റെ പ്രസംഗം തീരും. അതിലേക്ക് വരികയാണ്. ജീവപുസ്തകത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ സഭയിലേക്കൊന്ന് പോകണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ സഭ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ചില ആൾക്കാർ പറയാറുണ്ട്, ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ സഭ അത് ഓർത്തഡോക്സ് സഭയാണ്. ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ സഭ അത് കത്തോലിക്ക സഭയാണ്. ലോകത്തിലെ 1-ാമത്തെ ക്രിസ്തീയ സഭ അത് IPC സഭയാണ്. ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ സഭ അത് AG-യാണ്. ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ സഭ അത് മർത്തോമയാണ്. ലോകത്തിലെ 1-ാമത്തെ ക്രിസ്തീയ സഭ സാൽവേഷൻ ആർമിയാണ്. ലോകത്തിലെ 1-ാമത്തെ ക്രിസ്തീയ സഭ അത് യാക്കോബ സഭയാണെന്നൊക്കെ പലരും പറയുമ്പോൾ ഇന്ന് രാത്രി പേര് പറയപ്പെട്ട ഒരു സഭയും ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ സഭയല്ല. ഈ പേര് പറഞ്ഞതിൽ ഏറ്റവും വർഷം പിന്നിടുന്ന കത്തോലിക്ക സഭ പോലും 4-ാം നൂറ്റാണ്ടിലാണ് ഉടലെടുക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സഭ ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ സഭ 1-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത സഭയാ. അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, എന്താ തെളിവ്? പ്രിയ സ്നേഹിത, ബൈബിൾ പഠിക്കണം. ഞാൻ പലപ്പോഴും ചില ആൾക്കാരൊക്കെ സംസാരിക്കും. ഞാൻ പറയും, എടോ, സ്വന്തം വീട്ടിൽ എത്ര കട്ടളപ്പടിയുണ്ടെന്ന് പോലും നിനക്കറിയത്തില്ല. അറിയാവോ? നിങ്ങൾക്കറിയാവോ? സ്വന്തം വീട്ടിൽ എത്ര ജനലുണ്ടെന്ന് അറിയത്തില്ല. എണ്ണാൻ തുടങ്ങിയ ചില ആൾക്കാർ സ്വന്തം വീട്ടിൽ എത്ര കട്ടലുണ്ടെന്നോ ജനലുണ്ടെന്ന് പോലും അറിയാത്ത നമ്മളാ എന്തൊക്കെയോ അറിയാമെന്നൊക്കെ ഈ വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പൊട്ടക്കുഴിക്കകത്ത് കിടക്കുന്ന തവളയെപ്പോലെ ചില ആൾക്കാരുടെ സംസാരം എന്ന് പറയുന്നത്. പ്രിയ സ്നേഹിത, ബൈബിൾ പഠിക്ക്, ചരിത്രം പഠിക്ക്. ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ സഭയെക്കുറിച്ച് തുടർന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. ലോകത്തിലെ 1-ാമത്തെ ക്രിസ്തീയ സഭ എന്ന് ആരംഭിച്ചെന്നറിയാമോ? യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു 50-ാമത്തെ ദിവസം. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? യെരുശലേം ദൈവാലയത്തിൽ നടക്കുന്ന ഒത്തിരി പെരുന്നാളുകളുണ്ട്. അതിലൊരു പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ.
ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു സഭയുടെ പേരല്ല. ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഏതോ സായിപ്പ് സഞ്ചിക്കകത്ത് ഇട്ടുകൊണ്ട് വന്ന സാധനമല്ല. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, അയ്യോ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. ബൈബിൾ വായിച്ചു നോക്ക്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു സഭയല്ല, അതൊരു പെരുന്നാളാണ്. ആ പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം ഇതാ, അത് ഏത് ദിവസമായിരുന്നറിയാമോ? യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസമായിരുന്നു. അന്ന് വരെയും യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയും ശിഷ്യന്മാരും സഹോദരന്മാരും ഇവരെല്ലാം പെന്തക്കോസ്ത് പെരുന്നാളിന് യെരൂശലേം ദേവാലയത്തിൽ പോകുക പതിവുള്ളവരായിരുന്നു. പക്ഷെ ഈ പെരുന്നാളിന് മാത്രം 120 പേർ ഒരു തീരുമാനമെടുത്തു. ഈ വർഷത്തെ പെരുന്നാൾ ദിവസം നമുക്ക് പള്ളിയിൽ പോകണ്ട, പിന്നെയോ ആ പോകുന്ന വഴിത്തലക്കിലുള്ള ഒരു ഹാളുണ്ട്, 3000-ലധികം പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു മാളിക മുറിയുണ്ട്. അവിടെ ഇരുന്ന് നമുക്കൊരു നിമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിക്കാമെന്ന് തീരുമാനമെടുത്തു. യേശു ക്രിസ്തു പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയി മറ്റൊരു കാര്യസ്ഥരാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കൂ എന്ന് പറഞ്ഞു. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്തു. പിറ്റേ ദിവസം 50-ാം ദിവസം പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം ഇവർ 120 പേർ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇനി വായിക്കാം ആൻറ്റി, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 1-ാം വാക്യം മുതൽ ലോകത്തിലെ 1-ാമത്തെ ക്രിസ്തീയ സഭ അവിടെ ആരംഭിക്കുകയാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത്, ഈ പറയപ്പെട്ട 120 പേർ ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീടുകൾ മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഇങ്ങോട്ട് നോക്കിയേ, ലോകത്തിലെ 1-ാമത്തെ ക്രിസ്തീയ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഇന്നും പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്ന ആരൊക്കെയുണ്ടോ അവർക്ക് നെഞ്ചത്ത് കൈവച്ച് അഭിമാനത്തോടെ പറയാൻ പറ്റോ, ഞങ്ങളാണ് ലോകത്തിൽ 1-ാമത്തെ സഭ. കേട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങളാണ് ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ സഭ. 1-ാമത്തെ ക്രിസ്തീയ സഭയിൽ എന്തുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. തീർന്നില്ല. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷ സംസാരിച്ചു എന്ന് സ്നേഹിത നിന്റെ കൈക്കകത്തിരിക്കുന്ന ബൈബിൾ പഠിപ്പിക്കുന്നു. അല്ലാതെ അന്യഭാഷ എന്ന് പറയുന്നത് അയ്യോ ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. കുറെ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, അവരാണ് അന്യഭാഷ കൊണ്ടുവന്നെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ പ്രിയ സ്നേഹിത, നിന്റെ കൈക്കകത്തിരിക്കുന്ന ബൈബിളിനകത്തുണ്ട്. ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ സഭയിൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ ആരാധനയിൽ അന്യഭാഷയുണ്ടായി. ആ 120 പേരുടെ മേലും ഇറങ്ങി വന്നു. അവർ 120 പേരും അന്യഭാഷ പറഞ്ഞു. അതിന്റെ അർത്ഥം ഇന്ന് അന്യഭാഷയിൽ വിശ്വസിക്കും, അന്യഭാഷയിൽ ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞങ്ങളാണ് ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചില ആൾക്കാരൊക്കെ പണ്ട് കളിയാക്കുമായിരുന്നു, ചെറിയ നാളിൽ കേട്ടുള്ളത്, അയ്യോ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് ഹല്ലേലൂയക്കാരാണ്, പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ സ്തോത്രക്കാരാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇല്ലേ? എന്നെ കളിയാക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പെന്തക്കോസ്തുകാർ ഒരു ഹല്ലേലൂയ പറയാന്ന് പറഞ്ഞാൽ ഒന്നേ പറയൂ, 2 പറയാന്ന് പറഞ്ഞാൽ 2 പറയൂ, അല്ലേ പക്ഷേ? അല്ലേ, നമ്മളിങ്ങനെ പറഞ്ഞ് തല്ലിപ്പഴിപ്പിച്ച് 1 2 പറയുമ്പം പണ്ട് കളിയാക്കിയ ആൾക്കാരില്ലേ, അവർ ഹല്ലേലൂയ 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 150 ഒരുമിച്ച് പറയും. നമ്മളൊന്ന്, അവർ 150 ഒരുമിച്ച് പറയുക. എന്നിട്ട് അവർ പറയുക പെന്തക്കോസ്തുകാർക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടിയത്. പണ്ടെന്താ പറഞ്ഞ്, ആരും പെന്തക്കോസ്തിൽ പോകല്ലേ, സ്വോത്രക്കാരെ ഹല്ലേലൂയക്കാരെ വീട്ടിൽ കയറ്റില്ലേ എന്ന് പറഞ്ഞവർ അവരെ സമ്മതിക്കേണ്ടി വന്നു. അയ്യോ, ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ സഭയ്ക്കകത്ത് അന്യഭാഷ ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ ആരും പെന്തക്കോസ്തിൽ പോകല്ലേ, ഇവിടെയുണ്ട് അന്യഭാഷ, ഇവിടെയുണ്ട് പരിശുദ്ധാത്മാവെന്ന് അവർ പറയാൻ തുടങ്ങി. സ്തോത്രം. ഇങ്ങനെ ഈ സമയത്തെ ആയിരക്കണക്കിന് ആൾക്കാർ യെരൂശലേം ദൈവാലയത്തിൽ പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയാ. ഈ സമയത്ത് ഈ 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു. ഈ ചില ആൾക്കാർ പറയാൻ കേട്ടില്ലേ, ഇവർക്ക് എന്തോ ഒരു ഒച്ചപ്പാട്, ഇവരുടെ ആരാധന മാത്രം എന്താ ഇത്ര ബഹളം, കേട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ഏതാ പക്ഷേ? ചന്ത. ഇവിടുത്തെ ഏറ്റവും വലിയ ചന്ത ഏ സ്ഥലത്താണ്? കന്തം.
കന്തമാമൂട് ചന്തയുടെ പുറത്തൂടെ പോയാൽ അകത്തെന്താ കേൾക്കുന്നത്? പാട്ടാണ് കേൾക്കുന്നത്. കന്നമൂട് ചന്തയുടെ പുറത്തൂടെ നമ്മൾ പോയാൽ ഭയങ്കര ബഹളമാണ് കേൾക്കുന്നത്, അല്ലേ? നമുക്ക് തോന്നുന്നു ഇപ്പം തന്നെ അവിടെ കൊലപാതകം നടക്കുന്നു എന്ത് ചെയ്യും. പക്ഷെ അകത്തി എന്നാൽ എന്താ നടക്കുന്നതെന്നറിയാവോ? ആ മത്തിക്ക് എത്രയാണ്, വെണ്ടയ്ക്ക നീ 20 രൂപയ്ക്ക് കൊടുക്കടേ, അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനകത്ത് വില പേശലും അതിനകത്ത് വാങ്ങലും കൊടുക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. പുറത്ത് കേൾക്കുന്നവന് ബഹളമായി തോന്നും. ഇതുപോലെ ഈ ദൈവസഭയ്ക്കകത്ത് വരുന്നവന് മനസ്സിലാകും, ഇതിനകത്ത് ചിലതൊക്കെ അങ്ങോട്ട് കൊടുക്കുകയും ചിലതൊക്കെ അവിടെ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുക. ആമേ, പണ്ടേ ഇതിനകത്ത് വരേണ്ടതായിരുന്നെന്ന് വന്നവർക്ക് മനസ്സിലായി. കാരണം എന്ത്? ഇതിനകത്ത് ബഹളമല്ല, ഇതിനകത്ത് വന്നവർക്കറിയാം. ഇതിനകത്ത് വരാതിരുന്നുവെങ്കിൽ നമ്മളിൽ പലരും ഇതിനകത്ത് ജീവനോടുണ്ടാകത്തില്ലായിരുന്നു. ഇതിനകത്ത് വരാതിരുന്നുവെങ്കിൽ പലരും ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഇതിനകത്ത് വരാതിരുന്നുവെങ്കിൽ പലരും ഇതിനു മുമ്പേ അസമാധാനമുള്ളവരായി മാറുമായിരുന്നു. ഇതിനകത്ത് വന്നതാ നമ്മുടെ അനുഗ്രഹം. ഹല്ലേലൂയ. ഇതുപോലെ ഈ 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഈ പെന്തക്കോസ്ത് പെരുന്നാളിന് പോകുന്ന ആൾക്കാരൊക്കെ ഇതെന്തൊരു ബഹളമെന്ന് ചിന്തിച്ച് അങ്ങോട്ട് പോയി. പോയവർ അവിടെ ഇരുന്നു. അങ്ങനെ ഏകദേശം അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? 3000-ഓളം പേർ ലോകത്തിലെ ഒന്നാമത്തെ ക്രിസ്തീയ സഭയ്ക്കകത്ത് 3000 പേരുണ്ടായിരുന്നു. ആ 3000 പേരുടെ മധ്യേ വായിക്കണേ 2:37 വാക്യം മുതൽ 3000 പേരുടെ മധ്യേ പത്രോസ്, ലോകത്തിൽ ഒന്നാമത് പോപ്പ് എന്നറിയപ്പെടുന്ന പത്രോസ് ലീഗ എഴുന്നേറ്റ് എന്ന് പ്രസംഗം ആരംഭിച്ചു. ആ പ്രസംഗത്തിൽ ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് പോലെ ജീവപുസ്തകത്തിൽ പേരെഴുതണം. നീ നിത്യജീവനിലേക്ക് പ്രവേശിക്കണം, നരകത്തിൽ പോകരുത്. ഇങ്ങനെ ഒരു പ്രസംഗം പ്രസംഗിച്ചപ്പോൾ ഈ പ്രസംഗം കേട്ടവർ അവരുടെ ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ടു. ലോകത്തിൽ ഒന്നാമത്തെ സഭയിൽ തന്നെ ഒന്നാമത്തെ പ്രസംഗത്തിൽ തന്നെ കുത്തുണ്ടായിരുന്നു. ചില ആൾക്കാർ പറയാറുണ്ട് കുത്തി പ്രസംഗിച്ചെന്ന്. നമ്മളാരും കുന്തമൊന്നും വെച്ചുകൊണ്ട് നിൽക്കുന്നതല്ല. ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ടാൽ അതിന്റെ അർത്ഥം ഇതാ, സഭ വിട്ടു പോകാനല്ല കുത്തുന്നത്, പിന്നെയോ നീ മാനസാന്തരപ്പെടാനാ. അവിടെ വായിക്കുന്നേ അവരുടെ ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ടു. കുത്തുകൊണ്ടവർ പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, സ്വർഗത്തിൽ പോകണമെങ്കിൽ, നിത്യജീവനിലേക്ക് പോകണമെങ്കിൽ, നിത്യ നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ മറുപടി ലോകത്തിൽ ഒന്നാമത് ക്രിസ്തീയ സഭയിൽ, ലോകത്തിൽ ഒന്നാമത് പോപ്പ് എന്നറിയപ്പെടുന്ന പത്രോസ് ലീഗ 7 അടിസ്ഥാന ഉപദേശം ക്രിസ്തീയ സഭയ്ക്ക് തന്നിട്ടുണ്ട്. അതനുസരിക്കുന്ന ആരുണ്ടോ അവരുടെ പേര് മാത്രമേ ജീവന്റെ പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്യൂ. അല്ലാതെ ഞാൻ 10 കൽപ്പന അനുസരിക്കുന്നയാളാണ്, പള്ളിയിൽ ഒന്നാമത് കുടുംബം ഞങ്ങളുടെ കുടുംബമാണ്, ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകത്തില്ല. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ 7 അടിസ്ഥാന ഉപദേശം അനുസരിക്കണം. അതിലെ 7 പ്രസംഗിക്കാൻ സമയമില്ല, ഒന്ന് മാത്രം പറയാം. ഒന്നാമത്തെ അടിസ്ഥാന ഉപദേശം അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? പത്രോസ് അവരോട് പറയുക, ഒന്ന്, നീ മാനസാന്തരപ്പെടണം. ഇന്ന് രാത്രിയും ജീവപുസ്തകത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, ജീവപുസ്തകത്തിൽ നീ നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നീ ഒന്ന് മാനസാന്തരപ്പെടണം. ദൈവഹിതമില്ലാത്ത സകല സ്വഭാവത്തോടും ഇന്ന് രാത്രി വിട പറയണം. ലഹരികളോട് ഇന്ന് രാത്രി വിട പറയണം. മദ്യപാനത്തോട് ഇന്ന് രാത്രി വിട പറയണം. കഞ്ചാവിനോട് ഇന്ന് രാത്രി വിട പറയണം. ചാരായത്തിനോട് ഇന്ന് രാത്രി വിട പറയണം. സിഗരറ്റ് വലിയോട് ഇന്ന് രാത്രി വിട പറയണം. പ്രിയ സ്നേഹിത, സിഗരറ്റൊക്കെ ചില ആൾക്കാർ വലിച്ചു വിടുന്ന ആ വിടല് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിന് ചിന്ത. ഹല്ലേലൂയ. സിഗരറ്റിന്റെ കവറിന്റെ പുറത്ത് ചിക്കൻ ബിരിയാണിയുടെ ഫോട്ടോയല്ല, ആ സിഗരറ്റിന്റെ കവറിന്റെ പുറത്ത് റോസാപ്പൂവിന്റെ ഫോട്ടോയല്ല. നോക്കണം, ഇവിടെ മുഴുവനും അഴുകി പുഴുത്തിരിക്കുന്ന ഫോട്ടോയാ. അതിൻ്റെ അർത്ഥം പ്രിയ സ്നേഹിത, അത് വലിക്കുന്ന നിന്റെ ജീവിതത്തിൽ ക്യാൻസർ എന്ന മഹാരോഗം, ആ മാറാരോഗം പിടിപെടാതിരിക്കണമെങ്കിൽ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെ, സിഗരറ്റ് വലി അല്ലെങ്കിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഇന്ന് രാത്രി ആ പുകവലിയോട് വിട പറയണം. നമ്മുടെ വീട്ടിലൊക്കെ ഈ പുകയില്ലാത്ത അടുപ്പുള്ളവരാണ്, അല്ലേ? പുകയില്ലാത്ത അടുപ്പിന്റെ ഈ പുകക്കുഴൽ എങ്ങോട്ടായിരിക്കുന്നത്? മുകളിലോട്ടാണ്. അതിൻ്റെ അർത്ഥം പുക പോകേണ്ട കുഴൽ മുഴുവനും മുകളിലോട്ടാ ഫിറ്റ് ചെയ്യാറുള്ളത്. നിന്റെ മൂക്കിൽ 2 ദ്വാരം താഴോട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പുക ഊതി വിടാനല്ല. അങ്ങനെ ഒരു ചിന്ത ദൈവത്തിനുണ്ടായിരുന്നെങ്കിൽ മുകളിലൊരെണ്ണം ഫിറ്റ് ചെയ്യുമായിരുന്നു. പുക മുകളിൽ കൂടെ പോകേണ്ടത്. അതുകൊണ്ട് പ്രിയ സ്നേഹിത, ഈ 2 കുഴൽ കീപ്പോട്ട് വെച്ചിരിക്കുന്നത് പുക ഊതി വിടാനുള്ള സാധനമല്ല. ഇന്ന് രാത്രി പുകവലിയോട് വിട പറയണം, മദ്യപാനത്തോട് വിട പറയണം.
ഈ ചില ആൾക്കാരൊക്കെ എന്നോട് തർക്കിക്കാറുണ്ട്, ഓ യേശു വീഞ്ഞുണ്ടായി കൊടുത്തു, മദ്യം ഉണ്ടായി കൊടുത്തെന്ന്. 100 കണക്കിന് തെളിവ് ഞാൻ തരാം. മദ്യപാനി സ്വർഗത്തിൽ പോകത്തില്ലെന്നും മദ്യപാനിക്കുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ചും 100 കണക്കിന് ബൈബിൾ തെളിവുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് പ്രസംഗിക്കാൻ സമയമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ലഹരിക്കെതിരായി പ്രസംഗിക്കുക എന്നുള്ളത്. പക്ഷേ ഇന്ന് രാത്രി സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കിയാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റിനകത്ത് മാത്രമേ എനിക്ക് അനുവദിച്ചിട്ടുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ യെശയ്യാവ് അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അതികാലത്തെഴുന്നേറ്റ്, 5:11 വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: അതികാലത്തെഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് സന്ധ്യാസമയം നേരം വൈകി വരികയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. എല്ലാവരും കേട്ടില്ലെന്ന് തോന്നുന്നു. എന്തേ? അതികാലത്തെഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് സന്ധ്യാസമയം നേരം വൈകി വരികയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഈ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ നോക്കിയാൽ രാവിലെ പോകുന്ന പോക്ക് കാണണം. വെള്ളമുണ്ടും വെള്ള ഷർട്ടൊക്കെ കൊടുത്ത് ബാങ്ക് മാനേജർ തോന്നും. ആ സമയത്ത് ആരുടെ മിണ്ടത്തില്ല, എന്ത് ചോദിച്ചാലും ആ ഊ ഈ. പക്ഷെ ഈ വെള്ളം അകത്തി എന്നാൽ പിന്നെ വാ തുറക്കും. കാണുന്നവരെ മുഴുവൻ അളിയ അളിയ എന്നാ വിളിക്കുന്നത്. ഏത് വകയിൽ അളിയനെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രി ഈ ദേശം മുഴുവനും കേൾക്കുന്നവര്, ഒത്തിരി അളിയന്മാർ കേൾക്കുന്നുണ്ട്. അളിയ, ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. അതിന്റെ അടുത്ത വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: അവരുടെ വിരുന്നുകളിൽ എന്തൊക്കെയുണ്ട്? കിന്നരം, വീണ, തപ്പ്, കുഴല്, നൃത്തം. അതിൻ്റെ അർത്ഥം ഈ ചെണ്ടമേളമൊക്കെ പോകുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ആ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോട് ചില ചെറുപ്പക്കാരും ചില പ്രായമുള്ളവരും ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇവരാരും ബ്രേക്ക് ഡാൻസ് പഠിച്ചവരല്ല. ഈ വെള്ളം അകത്തി ചെല്ലുമ്പോൾ നന്നായിട്ട് ഡാൻസ് കളിക്കും. ഈ വെള്ളം അകത്തി ചെല്ലുമ്പോൾ നന്നായിട്ട് പാട്ട് പാടും. ഈ വെള്ളം അകത്തി ചെല്ലുമ്പോൾ പിന്നെ ഭയങ്കര സ്നേഹമൊക്കെയാണ്. ഈ അളിയന്മാർക്ക് പറ്റിയ ഒത്തിരി അബദ്ധമുണ്ട്. 2 ഞാൻ പറയാം. ഞാനും ഈ ക്രിസ്മസ് സമയത്തും ഈസ്റ്റർ സമയത്തും കണ്ട കാഴ്ചയാ. ഈ ഓടച്ചാലിലൊക്കെ കിടക്കുന്ന അളിയന്മാരുണ്ട്. ഈ ഇങ്ങനെ കിടക്കുമ്പം നായി വന്ന് മൂത്രം ഒഴിക്കുമ്പോൾ ഇടിവെട്ടി മഴ പെയ്യട്ടെ എന്ന് പറയുന്ന അളിയന്മാരുണ്ട്. എണീറ്റ് നടന്നു പോകുമ്പോൾ സർവക്കലിനെ കണ്ടിട്ട് എന്തിടാ എന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാത്ത എന്ന് പറഞ്ഞ് കാല് മടക്കി അടിച്ച് കാല് പൊട്ടി അളിയന്മാരുണ്ട്. അതാണ് മറ്റൊരു ഭാഗത്ത് കാണുന്നത് ഇങ്ങനെയാണ്: ആർക്കാണ് കൺചുവപ്പ്, ആർക്കാണ് അനാവശ്യമായ മുറിവ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 15 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്കുള്ള ഏറ്റവും കൂടുതൽ ആൺമക്കൾ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ട്. എങ്ങനെയാ മാറ്റപ്പെട്ട്? അപകടം വഴിയാ. എങ്ങനെ ഈ അപകടമുണ്ടായത്? ഈ ലഹരിയുടെ പിടിയിൽ അമർന്ന ചെറുപ്പക്കാരാ. ഈ സുവിശേഷ യോഗം ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ദേശത്തിലുള്ള ഒരൊറ്റ അപ്പന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ മകനെ ഓർത്ത്, നിന്റെ മകളെ ഓർത്ത് ഇനി പൊടിയാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ലഹരികളോട് ഇന്ന് രാത്രി വിട പറയണം.